വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗുഡ് മോർണിംഗ് ഓൾ. രാവിലെ തന്നെ ഒരു ബ്രഷുമായിട്ടാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. ഇന്ന് നമ്മുടെ ട്രിവാൻഡ്രത്തെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഡേ ആണ്, ഡേ 3. അപ്പോൾ രാവിലെ തന്നെ ബ്രഷുമായിട്ട് ഇറങ്ങിയത് റിത്തൂസിനെ ബ്രഷ് ചെയ്യിക്കാനാണ്. ഹൗസ് വാമിങ് കഴിഞ്ഞ പിറ്റേ ദിവസം ആയതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാവരും ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾക്ക് ഇന്നത്തെ പ്ലാനിങ് എന്താണെന്ന് വെച്ചാൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കാണ്. അപ്പം എന്താ രാവിലെ തന്നെ റെഡിയായി ഇറങ്ങി, എല്ലാവരും റെഡിയായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നേരത്തെ തന്നെ പോകണമല്ലോ, എന്നാലേ നമ്മൾ കഴിച്ചില്ലാവുള്ളൂ. ഇപ്പോൾ ടൈം ഒരു 6:45 ടൈമായിട്ടേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളെല്ലാവരും രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് പേര് മാത്രമാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് സെൽഫിയൊക്കെ എടുത്തിട്ടാണ് പോയത്. എല്ലാവരും നല്ല ഹാപ്പിയാണ്, നല്ല മോർണിംഗ് വൈബ്സാണ്. നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് രാവിലെ തന്നെ ഓട്ടോ ഒന്നും കിട്ടിയിട്ടില്ല, അതുകൊണ്ട് തന്നെ ബസ് സ്റ്റോപ്പ് വരെ നടന്നിട്ടാണ് പോകുന്നത്. കുറച്ച് ദൂരമേ ഉള്ളൂ. അങ്ങനെ നമ്മളിതേ മെയിൻ റോഡിലെത്തി. ഇവിടുന്ന് കിഴക്കേക്കോട്ട ബസ് കയറിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ബസ് സ്റ്റോപ്പിൽ ലക്ഷ്യമാക്കി നടന്നു. ബസ് ഇത് വന്നു, നമ്മളതിൽ കയറി കിഴക്കേക്കോട്ട ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി. റോഡ് ക്രോസ് ചെയ്ത് നമ്മുടെ ലക്ഷ്യം എവിടെയാണെങ്കിൽ കിഴക്കേക്കോട്ട, അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ ഇവിടെ വെയിലൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. ഇതേ ഞങ്ങൾ കോട്ടയ്ക്കകത്തേക്ക് പ്രവേശിച്ചു. ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ നമുക്ക് നല്ലൊരു വ്യൂ കിട്ടുന്നുണ്ട്. ക്ഷേത്രം ആ ഗോൾഡൻ ഷെയ്ഡിൽ കാണുന്നുണ്ട്. വെയിൽ കൂടെ ആയപ്പം നല്ല അടിപൊളിയായിട്ടുള്ള ലുക്ക് കിട്ടിയിട്ടുണ്ട്. മൈൻഡ് വളരെ ത്രില്ലിലാണ്. കാരണം ഫസ്റ്റ് ടൈമാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് വരുന്നത്. അമ്മയൊക്കെ വന്നിട്ടുണ്ട് എന്ന കഥകൾ പറഞ്ഞു തന്നപ്പം നല്ല ത്രില്ല് തോന്നിയിട്ടുണ്ട്. ഇവിടെ എപ്പോഴെങ്കിലും ഒന്ന് എത്തിപ്പെടണം, ഇപ്പോഴാണ് നമുക്ക് അതിനുള്ള ചാൻസ് കിട്ടിയത്. അപ്പം നമ്മൾ ക്ഷേത്ര ലക്ഷ്യമായി മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. ഇവിടെയൊക്കെ ആ പ്രത്യേക ഈ വെയിൽ, ഈ രാവിലെ തന്നെ ഒരു 7:30 ആവുന്നേ ഉള്ളൂ, അപ്പോഴേക്കും തന്നെ ഇവിടെ നല്ല വെയിലായിട്ടുണ്ട്. ഈ വെയിലിൻ്റെ വ്യൂവിൽ നല്ല രസമുണ്ട് ഇവിടെയൊക്കെ കാണാൻ. പിന്നെ ക്ഷേത്രത്തിൻ്റെ കുളമുണ്ട് ഇവിടെയൊക്കെ കുറേ പേര് ഫോട്ടോസ് എടുക്കുന്നുണ്ട്. നമ്മളും അതിലൂടെ പോവാണ്. അപ്പോൾ ഫോട്ടോസൊന്നും എടുത്ത് നിൽക്കാൻ ഒരുപാട് ടൈമില്ല, കാരണം നമ്മൾ ക്ഷേത്രത്തിനകത്ത് ക്യൂ ഒക്കെ നിൽക്കേണ്ടതാണല്ലോ. അപ്പോൾ നമ്മൾ വേഗം ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാനുള്ള പരിപാടിയിലാണ്. ഇവിടെ ഫോണും ബാഗ്സും ഒന്നും അലൗഡ് അല്ല. അപ്പോൾ ക്ഷേത്രത്തിൽ കയറുന്നതിന് മുമ്പേയും കയറി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തത്. ഇവിടെ പ്രതിഷ്ഠ ഇങ്ങനെയാണ് കാണുന്നത്. അനന്തശയനത്തിൽ കിടക്കുന്ന പത്മനാഭസ്വാമി 3 നടകളിലൂടെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി കുറേ ടൈമായി. ഒരു 9:30 9:45 ആകുമ്പോഴത്തേക്കും ഇവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. നല്ല വെയിലായി. റിത്തൂസിന് കളിപ്പാട്ടമൊക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ ചെറിയൊരു പർച്ചേസിങ്ങൊക്കെ ഇവിടെ നടത്തി. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ മെല്ലെ മൂവ് ചെയ്യാണ്. നമ്മൾ ഇവിടെ വിട്ട് പോവുകയാണ്. അങ്ങനെ ക്ഷേത്രത്തിൽ നിന്ന് റൗണ്ടടിയൊക്കെ കഴിഞ്ഞ് വയറൊക്കെ നല്ല വിശപ്പ് അനുഭവപ്പെട്ടു തുടങ്ങി. അപ്പോൾ ഹോട്ടൽ ലക്ഷ്യമാക്കി ഞങ്ങൾ പോയി. ഇവിടെയൊക്കെ കുറേ നേരം തിരിഞ്ഞ് കളിച്ച് നേരെ വീട്ടിലേക്ക് തിരിച്ചു. വീട്ടിലെത്തി റെസ്റ്റൊക്കെ എടുത്ത് ഇപ്പോൾ ഈവനിങ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ സ്റ്റെയർ കേസിൻ്റെ അവിടെ വന്നിരിക്കുക പുറത്ത്. അപ്പോൾ കുട്ടികൾ ഇവിടെ കളിക്കുകയാണ്. അടുത്ത് തന്നെ ഇവിടെ ഒരു തറ ഇട്ടിട്ടുണ്ട് വീടിൻ്റെ. അവിടെ കയറിയിട്ട് കുട്ടികൾ കളിക്കുമ്പോൾ ഞാനിവിടെ ഇരുന്നു. ഈവനിങ് ആയി, പിന്നെ ഞങ്ങൾ റെഡിയായി. ഇന്ന് തിരിച്ച് പോവുകയാണ് വീട്ടിലേക്ക്. അപ്പോൾ 3 ഡേ ഇവിടെ അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്ത് എല്ലാവരും റെഡിയായി കഴിഞ്ഞു. ഇനി നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ ട്രിവാൻഡ്രത്തോട് ബൈ പറയാൻ ഇനി ഏതാനും നിമിഷങ്ങളായി. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മൈൻഡിന് എന്തോ ഒരു സങ്കടം തോന്നുന്നു തിരിച്ചു പോകുമ്പോൾ. അങ്ങനെ എല്ലാവരോടും ബൈ ഒക്കെ പറഞ്ഞു. ഞങ്ങൾ കാലിക്കറ്റുള്ളവർ എല്ലാവരും ഇറങ്ങി ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷനിലെത്തി. നമ്മുടെ ട്രെയിൻ ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും അതിൽ കയറിയിരുന്നു. ഞങ്ങളുടെ കമ്പാർട്ട്മെൻറ്റ് ഇതായിരുന്നു. അപ്പം മാമിയും പാപ്പനും ആൻറ്റിയും അപ്പൂസൊക്കെ വേറെ കമ്പാർട്ട്മെൻറ്റിലായിരുന്നു. അങ്ങനെ ഞാനിവിടെ സീറ്റിലൊക്കെ ഇരുന്നു. റിത്തൂസ് ഇവിടെ കിടന്നുറങ്ങി. എന്തോ ഇവിടെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. അങ്ങനെ ഞാൻ മുകളിൽ ബർത്തിൽ കയറിയിരുന്നു. ഇവിടെയാണ് എൻ്റെ സീറ്റ്. ഇവിടെ കിടന്ന് റിലാക്സ് ചെയ്തു. നമ്മുടെ ട്രെയിൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ട്രിവാൻഡ്രത്തോട്ട് ബൈ പറയാണ്. ഇനി നമ്മുടെ കാലിക്കറ്റിൻ്റെ മണ്ണിലേക്ക് അങ്ങനെ 6 മണി ആയപ്പോൾ തന്നെ രാവിലെ നമ്മൾ കാലിക്കറ്റിലെത്തി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക.